മെന്റലി സ്റ്റഡീസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഫാക്ടറുകളാണ് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാക്ടറാണ് ക്യാരക്ടറുകളെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി അല്ലേ. ഫാക്ടറുകൾ ഗ്യാമേറ്റുകൾ വഴി ഓഫ്സ്പ്രിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. എന്നാൽ ഈ ഫാക്ടറുകളാണ് ജീനുകൾ എന്ന് മനസ്സിലാക്കാൻ പിന്നീട് ഒരുപാട് കാലങ്ങൾ എടുത്തു അല്ലേ. DNA ഒരു സ്ട്രക്ചർ ഒക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ജീനുകൾ DNA ഉള്ളതാണ് എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ഈ DNA സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ഓക്കെ, അവരുടെ ഈ ഒരു സ്ട്രക്ചറിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അവർ ഈ DNA സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്തത് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA വഴിയാണ്. ഓക്കെ, DNA ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് DNA അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചർ. DNAക്ക് എന്താണ്? ഒരു ലാഡറിനെ ട്വിസ്റ്റ് ചെയ്ത പോലെയുള്ള സ്ട്രക്ചർ ആണുള്ളത്. ലാഡർ നമുക്കറിയാലോ, 2 സ്ട്രാൻഡുകളുണ്ട്, അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള റങ്സ് ഉണ്ട്. അപ്പൊ അതിനിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഈ DNA സ്ട്രക്ചർ പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു മോഡലിന്, ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNAക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ DNAക്ക് 2 സ്ട്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 സ്ട്രാൻഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ഷുഗർ മോളിക്യൂളും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്ട്രാൻഡിന്റെ സ്ട്രക്ചറിൽ എന്തുണ്ട്? ഒരു ഷുഗർ മോളിക്യൂളും അതുപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റും ഉണ്ട്. അപ്പൊ 2 സ്ട്രാൻഡ് ഉണ്ടല്ലോ. അപ്പൊ 2 സ്ട്രാൻഡിലും നിറയെ ഇങ്ങനെ സ്ട്രക്ചറുകൾ അടുക്കി 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 വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് പരസ്പരം കണക്റ്റഡ് ആണ് അല്ലേ. ഇതൊരൊറ്റ സ്ട്രാൻഡ്, ഇത് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഷുഗറും ഫോസ്ഫേറ്റുകളും. ഇവിടെ അടുത്ത സ്ട്രാൻഡ് ഉണ്ട് അല്ലേ. അടുത്ത സ്ട്രാൻഡിലും എന്താണ്? ഇതുപോലെ ഷുഗറും ഫോസ്ഫേറ്റുകളും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് DNA സ്ട്രാൻഡ്സ് പോകുന്നത്. അപ്പൊ 2 സ്ട്രാൻഡുകളുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സ്ട്രാൻഡുകളെ കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? റങ്സ് ഉണ്ട് അല്ലേ. റങ്സുകൾ എന്ത് വെച്ചിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? നൈട്രജൻ ബേസുകൾ വെച്ചിട്ടാണ്. ഓക്കെ, നൈട്രജൻ ഓക്കെ. അപ്പം 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഓക്കെ, അപ്പൊ 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. ഇതിന് എന്താണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്? ഇത് ആൽക്കലൈൻ നേച്ചറിലുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നൈട്രജൻ ബേസുകൾ പെയറുകളായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് എപ്പോഴും പെയർ ചെയ്യുക തൈമിനുമായിട്ടായിരിക്കും. ഓക്കെ, സൈറ്റോസിൻ എപ്പോഴും പെയർ ചെയ്യുക ഗ്വാനിനുമായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എന്തുണ്ട്? നൈട്രജൻ ബേസുകളുടെ പെയറുകളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നൈട്രജൻ ബേസ് വരുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നൈട്രജൻ ബേസ് വരുന്നു. ഓക്കെ, അപ്പോ ഓരോ ഷുഗർ മോളിക്യൂളിനോടും അസോസിയേറ്റ് ചെയ്ത നൈട്രജൻ ബേസുകൾ വരും. ഓക്കെ, ഈ നൈട്രജൻ ബേസുകൾ പരസ്പരം ബോണ്ടിങ് ഉണ്ട്. നൈട്രജൻ ബേസുകൾക്കിടയിൽ ബോണ്ടിങ് ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ്? അഡിനിനും തൈമിനുമാണ് പെയർ ചെയ്യപ്പെടുക. ഓക്കെ, അപ്പം ഇവിടെ അഡിനിൻ ആണ് ഉള്ളതെങ്കിൽ അതുമായിട്ട് പെയർ ചെയ്യുന്നത് ആരാണ്? തൈമിനാണ്. ഓക്കെ, അപ്പൊ അഡിനിനും തൈമിനും ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ആണ്. ഓക്കെ, ഡബിൾ ബോണ്ട്. ഓക്കെ, ഇനി
വരുന്നത് ഗ്വാനിൻ ആണെങ്കിലോ, ഗ്വാനിൻ ആരുമായിട്ടാണ് പെയർ ചെയ്യുന്നത്? സൈറ്റോസിനുമായിട്ടാണ്. അപ്പോൾ അവർക്കിടയിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്കെ, 3 ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഗ്വാനിനും സൈറ്റോസിനും ഇടയിലുള്ളത്. ഇനി ഇവിടെ തൈമിനാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? അഡിനിൻ ആയിരിക്കും അല്ലെ? ബോണ്ട് എങ്ങനെയായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും. ഇനി ഇവിടെ സൈറ്റോസിൻ ആണെങ്കിലോ, ഇവിടെ ഗ്വാനിൻ വരും, ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് DNA സ്ട്രക്ചർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് DNA സ്ട്രക്ചർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇത്രയും ഭാഗം, അതായത് ഒരു ഷുഗർ മോളിക്യൂള്, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ ബേസ്, ഇതാണ് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയാം അല്ലെ? ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് വരുമ്പോഴാണ് DNA ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറൽ യൂണിറ്റിനെ നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയാം. ഇപ്പൊ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുള്ളത്? ഒരു ഷുഗർ ഉണ്ട്. അപ്പോൾ ഈ DNA ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഓക്കെ, ഷുഗർ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പോ ഈ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് DNA എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് DNA എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡില് ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. അപ്പൊ ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നൈട്രജൻ ബേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മോളിക്യൂൾ ദാറ്റ് കണ്ടെയ്ൻ നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ആൽക്കലൈൻ ഇൻ നേച്ചർ ആണ്. ഓക്കെ, ഇനി 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണ് ഉള്ളത്. ഏതാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകളും ഉണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ അഡിനിൻ ആണ് ന്യൂക്ലിയോടൈഡില് നൈട്രജൻ ബേസ് ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അതെന്താണ്? അഡിനിൻ ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ, ഗ്വാനിൻ ആണെങ്കിൽ ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ് ആണ്. ബേസ് പെയർ സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡ് ആണ്, ഗ്വാനിൻ ആണെങ്കിൽ ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പൊ 4 നൈട്രജൻ ബേസുകളുണ്ട്, അതുപോലെ തന്നെ 4 ന്യൂക്ലിയോടൈഡുകളും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബിൽഡിംഗ് കമ്പോണന്റ് ഓഫ് DNA എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡുകളാണ്. ഇതിന് എന്തുണ്ട്? ഗ്രേറ്റ് സ്പെസിഫിസിറ്റി ഉണ്ട് അല്ലെ? അഡിനിൻ ന്യൂക്ലിയോടൈഡ് എപ്പോഴും തൈമിൻ ന്യൂക്ലിയോടൈഡുമായിട്ടേ ചേരുകയുള്ളൂ. അല്ലെങ്കിൽ അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് എപ്പോഴും തൈമിനുമായിട്ടേ പെയർ ചെയ്യപ്പെടുകയുള്ളൂ. ഗ്വാനിൻ ആണെങ്കിലോ സൈറ്റോസിനുമായിട്ടേ പെയർ ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഗ്രേറ്റ് സ്പെസിഫിസിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ഏരിയ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? വാട്ട് ആർ ഇൻഡിക്കേറ്റഡ് ബൈ 1 and 2? ഓക്കെ, ഇത് DNA ഒരു സ്ട്രക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? നൈട്രജൻ ബേസ് വന്നിട്ടുള്ളത് ഏതാണ്? ഇവിടെ സൈറ്റോസിൻ ആണ്. സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യപ്പെടുന്നത് ആരാണ്? ഗ്വാനിൻ ആണ്. അപ്പൊ 1 എന്താണ്? ഗ്വാനിൻ ആണ്. ഗ്വാനിൻ നൈട്രജൻ ബേസ്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്, ഇവിടെ സൈറ്റോസിൻ ആണ് ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താണ്? ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. ഇനി DNA കഴിഞ്ഞു, RNA. നെക്സ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ, റൈബോ ന്യൂക്ലിക് ആസിഡ്. അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. DNAയും RNAയും കൂടെ നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. DNAക്ക് 2 സ്ട്രാൻഡ് ആണുള്ളത്, എന്നാൽ RNAക്ക് ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഷുഗർ. DNAയിലെ ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. അതുകൊണ്ടാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെയോ റൈബോസ് ഷുഗർ, അതുകൊണ്ട് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നൈട്രജൻ ബേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. DNA അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്നാൽ ഇവിടെ വരുമ്പോൾ
ഈ തൈമിന് പകരം യുറാസിലാണുള്ളത്. ഓക്കെ, അടുത്ത നൈട്രജൻ ബേസ് യുറാസിലാണ്, തൈമിന് അവിടെ ഇല്ല. അപ്പൊ ഏതൊക്കെയാണ് നൈട്രജൻ ബേസുകൾ നോക്കിക്കേ? അഡിനിൻ, യുറാസിൽ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഓക്കെ, പറഞ്ഞ ക്ലിയർ അല്ലേ? ഇനി ജീനുകൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് ജീനുകൾ ആക്ട് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് ജീനുകൾ പ്രവർത്തിക്കുന്നില്ല. പിന്നെ എന്തുണ്ടാക്കുന്നു? പ്രോട്ടീനുകളെ ഉണ്ടാക്കുന്നു. അപ്പൊ പ്രോട്ടീനുകളാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത് ആരാണ്? DNA ആണ് അല്ലേ? DNA അപ്പോ ന്യൂക്ലിയസിനുള്ളിലായിരിക്കുന്നത്. DNA-യിൽ നിന്നും mRNAs ഉണ്ടാക്കപ്പെടും. ഓക്കെ, mRNAs DNA-യിൽ നിന്ന് ഫോം ചെയ്യപ്പെടും. അപ്പോൾ ഈ ഇൻഫർമേഷൻ mRNA-യിലേക്ക് DNA കൊടുക്കും. ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത്? ന്യൂക്ലിയസിനുള്ളിൽ വെച്ച, അതായത് ന്യൂക്ലിയോപ്ലാസത്തിനുള്ളിൽ വെച്ച്. ഇത് ന്യൂക്ലിയോപ്ലാസമാണ്. ന്യൂക്ലിയോപ്ലാസത്തിലേക്കാണ് mRNAs സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നിന്ന് mRNA എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ സൈറ്റോപ്ലാസത്തിനുള്ളിലേക്ക് എത്തും. ഓക്കെ, ന്യൂക്ലിയർ പോർ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്ന mRNA പിന്നെ എങ്ങോട്ട് പോകും? റൈബോസോമിന്റെ അടുത്തേക്ക് പോകും. ആരാണ് റൈബോസോം? സെല്ലിനുള്ളില് പ്രോട്ടീൻ സിന്തസൈസിന് വേണ്ടി സഹായിക്കുന്ന ആളുകളാണ് റൈബോസോമുകൾ. അപ്പോൾ mRNA റൈബോസോമിന്റെ അടുത്തേക്ക് ചെല്ലും. mRNA റീച്ചസ് റൈബോസോം. പിന്നെന്താ ചെയ്യുക? ഈ mRNA-യിൽ നിന്നുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യപ്പെടുക. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടണമെങ്കിൽ ആര് വേണം? അമിനോ ആസിഡ് വേണം. അപ്പോൾ അമിനോ ആസിഡുകളെ ഈ റൈബോസോമിന്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നത് tRNAs ആണ്. ഓക്കെ, tRNAs brings different kinds of amino acid to ribosome. ഈ റൈബോസോമിൽ മറ്റൊരു തരം RNA ഉണ്ട്. അതാരാണ്? റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA. ഓക്കെ, rRNA. അപ്പോൾ ഈ rRNAയുടെ സഹായത്തോടു കൂടി mRNA-യിൽ നിന്നുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് അമിനോ ആസിഡുകൾ ആഡ് ചെയ്യുന്നത് ആരാണ്? റൈബോസോം ആണ്. ഓക്കെ, അപ്പോൾ റൈബോസോമുകൾ ഈ അമിനോ ആസിഡുകളെ ആഡ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഈ പ്രോട്ടീൻ ആണ് എന്ത് ചെയ്യുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ കാറ്റലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ജീനുകൾ ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജീനുകൾ ആക്ട് ചെയ്യുന്നത്. ഇത് മനസ്സിലായോ? ഓക്കെ, ഇനി ക്രോമസോം ഇൻ ഹ്യൂമൻസ് ആണ്. ഓക്കെ, ഹ്യൂമൻ ബീയിങ്ങിലെ ക്രോമസോം എത്ര പെയർ ക്രോമസോമാ ഉള്ളത്? 23 പെയർ. ഓക്കെ, 23 പെയർ ക്രോമസോമുകളാണ് ഹ്യൂമൻ ബീയിങ്സിലുള്ളത്. അപ്പൊ എത്ര ക്രോമസോം ഉണ്ട് ടോട്ടല്? 46 ക്രോമസോം. 46 ക്രോമസോം ആണ്. അതില് 22 പെയർ സൊമാറ്റിക് ക്രോമസോമുകളാണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊമാറ്റിക് ക്യാരക്ടറുകളെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോമുകളാണ് ഈ 22 പെയർ. പിന്നെ ഒരു പെയറുണ്ട്, അത് നമ്മുടെ സെക്സ് ക്രോമസോമാണ്. ഓക്കെ, അപ്പോൾ സെക്സ് ക്രോമസോം പെയറിൽ ഒരെണ്ണം എവിടുന്ന് വരുന്നതായിരിക്കും? മെയിൽ പാരന്റിൽ നിന്നും മറ്റേത് ഫീമെയിൽ പാരന്റിൽ നിന്നും വരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഓരോ പെയറിലെയും 2 ക്രോമസോമുകൾ ഉള്ളതിൽ ഒരെണ്ണം വരുന്നത് മെയിലിൽ നിന്നും മറ്റേത് ഫീമെയിൽ നിന്നുമായിരിക്കും. അപ്പോൾ അങ്ങനെ 46 ക്രോമസോമുകളാണ് ഹ്യൂമൻ ബീയിങ്സിലുള്ളത്, അല്ലെങ്കിൽ സെല്ലിലുള്ളത്. ഇനി ഈ 44 എണ്ണം എന്താണ്? സൊമാറ്റിക് ക്രോമസോം ആണ്. അതുകൂടാതെ ഈ ക്രോമസോം, സെക്സ് ക്രോമസോം XX എന്നാണുള്ളതെങ്കിൽ ആ ചൈൽഡ് അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത് ഫീമെയിൽ ആയിരിക്കും. ഇനി 44 സൊമാറ്റിക് ക്രോമസോമും അതിൻ്റെ കൂടെ XY എന്ന ക്രോമസോമുമാണ് ഉള്ളതെങ്കിൽ അതെന്തായിരിക്കും? മെയിലായിരിക്കും. ഓക്കെ, അപ്പോൾ മെയിലിന്റെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത് എന്താണ്?
44 സൊമാറ്റിക് ക്രോമസോം പ്ലസ് XY സെക്സ് ക്രോമസോം. ഫീമെയിലിന്റെ ആകുമ്പോൾ 44 സൊമാറ്റിക് ക്രോമസോം പ്ലസ് XX സെക്സ് ക്രോമസോം. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള സെക്സ് ക്രോമസോം ആണുള്ളത്. ഏതൊക്കെയാണ്? എക്സും വൈയും. എക്സും വൈയും. ഈ എക്സും വൈയും പെയർ ആയിട്ട് വരികയാണെങ്കിൽ അത് മെയിലും, എക്സും പെയർ ആയിട്ട് വരികയാണെങ്കിൽ ഫീമെയിലും ആയിരിക്കും. അപ്പോൾ ഇതാണ് ഹ്യൂമൻ ബീയിങ്സിലെ ക്രോമസോമിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് വേരിയേഷന്റെ കാരണങ്ങളെ പറ്റിയാണ്. ഹെറിഡിറ്റിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഫീച്ചേഴ്സ് അതേപടി കുട്ടിയിലേക്ക് വരുന്നതിനെയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഹെറിഡിറ്റിക്ക് കാരണം എന്താണ്? അച്ഛൻ്റെയും അമ്മയുടെയും ജീൻസ് അതിൽ വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ കുട്ടിയിലേക്ക് വരുന്നത് കൊണ്ടാണ്, ഗ്യാമെറ്റുകൾ വഴി അല്ലേ? എന്നാൽ വേരിയേഷൻ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നത്? അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ കുട്ടിയിൽ ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? അച്ഛൻ്റെ ജീനിനോ അമ്മയുടെ ജീനിനോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി കുട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് എന്ത് വരിക? വേരിയേഷൻ ഉണ്ടാവുക. അപ്പോൾ അതിനൊരു കാരണമായിട്ട് പറയുന്നത് ക്രോസിംഗ് ഓവർ ആണ്. ക്രോമസോമിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ, അതായത് ഗ്യാമേറ്റ് ഫോർമേഷൻ നടക്കുമല്ലോ. ഗ്യാമേറ്റ് ഫോർമേഷൻ നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നത് എന്താണ്? മിയോസിസ് ആണ്, അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ ആണ് ഗ്യാമേറ്റ് ഫോർമേഷന് സഹായിക്കുന്നത്. അപ്പൊ ഈ ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ക്രോമസോമിൽ ഉണ്ടാവുന്ന ക്രോസിംഗ് ഓവർ മൂലം വേരിയേഷൻ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ക്രോമസോമിലെ ജീനിന് ചേഞ്ച് ഉണ്ടാവുന്നു. ആ ചേഞ്ച് എവിടെ എക്സ്പ്രസ് ചെയ്യുന്നു? കുട്ടിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. നോക്കിക്കേ, മിയോട്ടിക് ഡിവിഷന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ എന്താ സംഭവിക്കുന്നത്? ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോമുകൾ പെയർ ആയിട്ട് വരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ക്രോമസോമുകൾ സെല്ലിനുള്ളിൽ ഇങ്ങനെ ചിന്നി ചിതറിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ ചിന്നി ചിതറിക്കിടക്കുകയാണ്. മിയോട്ടിക് ഡിവിഷന്റെ സമയത്ത് ഇങ്ങനെ ക്രോമസോമുകൾ ഓരോന്നും പെയറുകളായിട്ട് വരും. ഇവിടെ നോക്കിക്കേ, ഈ ഒന്നാമത്തെ പെയർ ഇതൊരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പെയർ ആയിരിക്കും. അപ്പൊ ആ പെയർ എന്ത് ചെയ്യും? ഒരുമിച്ച് വരും അല്ലെ? വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് വരും. അപ്പൊ ഇത്തരത്തില് ക്രോമസോമുകൾ ആദ്യം പെയറിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ക്രോമസോമുകളിൽ ആദ്യം പെയറിംഗ് നടക്കും. അപ്പോ ഇങ്ങനെ പെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഹോമോലോഗസ് ക്രോമസോം അത് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാകും. അതായത് ഇവിടെ എന്ത് നടക്കും? ഒരു ക്രോസിംഗ് നടക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ക്രോമസോമിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ കൂടിച്ചേരും. ആ കൂടിച്ചേരുന്ന ഭാഗത്ത് എന്തുണ്ടാവും? ഒരു കട്ട് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ കട്ട് ചെയ്യപ്പെട്ട റീജിയനിലെ ഇവിടെ 2 ക്രോമസോമിലും എന്തുണ്ടാവുന്നുണ്ട്? കട്ട് ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഈ 2 ക്രോമസോമും എന്ത് ചെയ്യും? പരസ്പരം ഈ കട്ട് ചെയ്യപ്പെട്ട ഭാഗങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടെ നോക്കിക്കേ, ഈ പച്ച റീജിയനിലേക്ക് എന്ത് വന്നു? ഈ യെല്ലോ റീജിയൻ വന്നു. ഇവിടെയും അതുപോലെ ചേഞ്ച് ഉണ്ടായി. അപ്പൊ ഇതാണ് ഈ കട്ടിങ്ങും എക്സ്ചേഞ്ചുമാണ് എന്തെന്ന് പറയുന്നത്? ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇവിടെയുള്ള ജീനുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതായത് അവിടെ ഒരു ജീനിന് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതെന്തിനു കാരണമാകും? വേരിയേഷന് കാരണമാകും. ഇവിടെ നോക്കിക്കേ, 2 റീജിയനിലാണ് ക്രോസിംഗ് ഓവർ നടന്നിട്ടുള്ളത്. 2 റീജിയനിൽ കട്ട് ചെയ്ത പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പൊ ഇത് വേരിയേഷന് ഒരു കാരണമാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ 9th മിയോസിസ് എന്നുള്ള റീജിയൻ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ആ ഒരു ഏരിയൻ്റെ അകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ക്രോസിംഗ് ഓവർ വേരിയേഷന് കാരണമാകുന്നു എന്ന് പറയും. ഇനി ഫെർട്ടിലൈസേഷനും എന്തിനു കാരണമാകും? ഇത്തരത്തിൽ വേരിയേഷന് കാരണമാകും. അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്യാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുക, എഗ്ഗും സ്പെർമും തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്തുണ്ടാവും? അലീലിന്റെ കോമ്പിനേഷന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്യാരക്ടർ, എക്സ്പ്രഷൻ ഓഫ് characteristic in the offspring that are different from parents. പാരന്റ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ കുട്ടിയിൽ എക്സ്പ്രസ് ആകാൻ കാരണമാകും. ഈ അലീലുകൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, അല്ലെങ്കിൽ അലീലിന്റെ കോമ്പിനേഷൻ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ കോസസ് വേരിയേഷൻ ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ. നെക്സ്റ്റ് ജനറേഷനിൽ വേരിയേഷന് കാരണമാകും.
ഇനി മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. ഓക്കെ, എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ആണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മ്യൂട്ടേഷന്റെ കാരണങ്ങൾ? ഡിഫക്റ്റ് ഇൻ ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് DNA. നമുക്കറിയാം സെൽ ഡിവിഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ എന്തിനു കാരണമാകും? ഇത്തരത്തില് ചേഞ്ചിന് കാരണമാകും. ദെൻ സർട്ടേൺ കെമിക്കൽസ്, ചില കെമിക്കലിന്റെ എക്സ്പോഷറും മ്യൂട്ടേഷന് കാരണമാകും. ദെൻ റേഡിയേഷൻസും മ്യൂട്ടേഷന് കാരണമാണ്. അപ്പോൾ മ്യൂട്ടേഷൻ വഴി എന്താണ്? ഇവല്യൂഷൻ നടന്നിട്ടുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതായത് മ്യൂട്ടേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? ജീനിൻ്റെ അകത്ത് ചേഞ്ച് ഉണ്ടാവും, പുതിയ പുതിയ സ്പീഷീസുകളായിട്ട് ഫോം ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് വേരിയേഷനെ പറ്റി പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഹെറിഡിറ്റി, വേരിയേഷൻ ഈ 2 ഏരിയാസ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്താണ് വേരിയേഷനുള്ള കാരണം എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് കാരണം? ഫെർട്ടിലൈസേഷൻ എഴുതണം, പിന്നെ ക്രോസിംഗ് ഓവർ ഉണ്ട്, മ്യൂട്ടേഷൻ ഉണ്ട്. മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്, അത് ഇവല്യൂഷന് കാരണമാകുന്നു. എന്തുകൊണ്ടാണ് മ്യൂട്ടേഷൻ ഇവല്യൂഷന് സഹായിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആൻസർ എഴുതേണ്ടത്. ഇത് ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്. അപ്പോൾ ഇത് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി എത്തരത്തിലാണ് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം മെയിൽസിലെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയുള്ളത്? 44 സൊമാറ്റിക് ക്രോമസോം പ്ലസ് XY. ഇതാണ് മെയിൽസിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഫീമെയിൽസിൽ വരുമ്പോഴോ 44 സൊമാറ്റിക് ക്രോമസോം പ്ലസ് XX ക്രോമസോം. സോറി, XX ക്രോമസോം. ഇത് ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ നമ്പർ എന്ന് പറയുന്നത്, ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതായത് മെയിൽസിലെ സ്പേമിൽ എത്ര ക്രോമസോം ആയിരിക്കും ഉണ്ടായിരിക്കുക? 23 ക്രോമസോം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി എഗ് ആണ് ഫീമെയിലിന്റെ ഗ്യാമേറ്റ്. അതിൽ എത്ര ക്രോമസോം ആയിരിക്കും ഉണ്ടായിരിക്കുക? 23. അപ്പോൾ 22 സൊമാറ്റിക് ക്രോമസോമും ഒരു സെക്സ് ക്രോമസോമും ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഇനി എങ്ങനെയാണ് ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് സെക്സ് ക്രോമസോം ചേഞ്ച് ചെയ്യപ്പെടുന്നത്? ഓക്കെ, എങ്ങനെയാണ് ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് സെക്സ് ക്രോമസോം ചേഞ്ച് ചെയ്യപ്പെടുന്നത്? നമുക്കറിയാം XX എന്ന് പറയുന്ന ഫീമെയിലിന്റെ ക്രോമസോം ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്ത് 2 ഗ്യാമേറ്റ് ആയിട്ട് മാറും. അപ്പൊ രണ്ടിലും എന്ത് തന്നെയാണുള്ളത്? XX ക്രോമസോം ആണുള്ളത്. ഇനി മെയിൽസില് XY ക്രോമസോം ആണുള്ളത്. ഗ്യാമേറ്റിൽ വരുമ്പോഴേക്കും 2 വ്യത്യസ്ത ഗ്യാമേറ്റുകൾ, XY ഗ്യാമേറ്റുകൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ഫ്യൂസ് ചെയ്യുന്നത്? XX ഫീമെയിൽ ക്രോമസോം അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റുകൾ, XY മെയിൽ ഗ്യാമേറ്റുകൾ. ഈ മെയിൽ, ഇത് മെയിൽ ആണ്, ഇത് ഫീമെയിൽ. മെയിലിന്റെ X ക്രോമസോം ഉള്ള ഒരു ഗ്യാമേറ്റ് ഫീമെയിലിന്റെ X ക്രോമസോം ഉള്ള ഒരു ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്താൽ XX ഉള്ള ആരുണ്ടാവും? XX ഉള്ള ഒരു ഫീമെയിൽ ഉണ്ടാവും. ഇനി മെയിലിന്റെ X ഉള്ള ഒരു സ്പേം X ഉള്ള ഒരു എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്താൽ വീണ്ടും XX ഉള്ള ഒരു ഫീമെയിൽ ഉണ്ടാവും.
ഇനി ഫീമെയിലിന്റെ എക്സ് ഉള്ള ഒരു എഗ്ഗ് വൈ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്താൽ എക്സ് വൈ ഉള്ള ഒരു മെയിൽ ഉണ്ടാകും. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ എക്സ് വൈ ഉള്ള ഒരു മെയിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ ഫീമെയിൽസിലെ എഗ്ഗുകൾ എന്താണ്, എക്സ് ക്രോമസോമിനെ ക്യാരി ചെയ്യുന്നതായിരിക്കും. എന്നാൽ സ്പേമുകൾ എന്ന് പറയുന്നത് 2 വ്യത്യസ്ത ക്രോമസോമുകളെ ക്യാരി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ മെയിലാണ് തീരുമാനിക്കുന്നത് കുട്ടിയുടെ ജെൻഡർ ഏതായിരിക്കണം എന്ന്. ഓക്കെ, എക്സ് എക്സ് ക്രോമസോം ഉള്ള ചൈൽഡ് ഫീമെയിലും എക്സ് വൈ ക്രോമസോം ഉള്ള ചൈൽഡ് മെയിലുമായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കേ. ഇതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. സെക്സ് ക്രോമസോം ഏതൊക്കെയാണ്? സെക്സ് ക്രോമസോം എക്സ് വൈ ആണ് സെക്സ് ക്രോമസോം. ഓക്കെ, ഇതാണ് പെയർ ആയിട്ട് വരിക. സൊമാറ്റിക് ക്രോമസോം, സൊമാറ്റിക് ക്രോമസോം ഇതിന്റെ അകത്ത് ഏതാണ്? 22 പെയർസ് ആണ്. ഓക്കെ, ഇനി ക്രോമസോം ഇൻ സ്പേം, സ്പേമില് ഏത് തരത്തിലുള്ള ക്രോമസോമുകളാണ് ഉണ്ടാവുന്നത്? 22 പ്ലസ് എക്സ് 22 പ്ലസ് വൈ, 2 തരത്തിലുള്ള സ്പേമുകൾ ഉണ്ടാവുന്നുണ്ട്. ദെൻ ക്രോമസോം ഇൻ ഓവം, ഓവത്തിൽ എങ്ങനെയായിരിക്കും? എക്സ് 22 പ്ലസ് എക്സ്, ഒരേ തരത്തിലുള്ള ഓവം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി സ്കിൻ കളറിൽ എങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ടാവുന്നത്? സ്കിൻ കളറിന് കാരണം മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റഡ് പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ നമുക്കറിയാം, പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ആരാണ്? ജീനുകളാണ്, അല്ലേ? അപ്പോൾ ഈ മെലാനിനെ കോഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ മെലാനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്നതും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജീനാണ്. അപ്പൊ അതിനും എന്തുണ്ട്? അലീലുകളുണ്ട്. അപ്പൊ ഈ അലീലുകൾ എത്തരത്തിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഏത് അളവിലാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്നനുസരിച്ചാണ് ഓരോ വ്യക്തിയിലും കളർ ഉണ്ടാവുന്നത്. സോ the rise or fall in the production of melanin is due to the difference in the functions of allele of gene responsible for skin color. അപ്പോൾ ഈ അലീലുകൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഒരുപാട് പ്രോട്ടീൻ ഉണ്ടാവും. ആ സമയത്ത് എന്തുണ്ടാവും? ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ കളർ ഉണ്ടാവും. ഇനി അലീലുകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ മെലാനിന്റെ അളവ് കുറവായിരിക്കും. മെലാനിന്റെ അളവ് കുറവായിരിക്കും, സ്കിൻ കളറും എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതായത് സ്കിൻ കളറ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് കളർ വരുന്നത് എന്തുകൊണ്ടാണ്? മെലാനിൻ കുറവായതുകൊണ്ടാണ്. ഈ കൊറിയൻ ഏരിയാസിലുള്ളവർക്ക് അല്ലെങ്കിൽ കൊറിയക്കാർക്കൊക്കെ സ്കിൻ കളർ വൈറ്റ് കളറിൽ ഇരിക്കുന്നതിന് കാരണം മെലാനിൻ ആണ്. ഇനി ആഫ്രിക്കയിലുള്ളവരൊക്കെ ഡാർക്ക് കളർ കൂടുതലായിട്ട് വരാൻ കാരണം മെലാനിന്റെ പ്രൊഡക്ഷൻ അവിടെ കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ ഈ ഏരിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മളത് ക്ലിയർ ചെയ്ത് തരും. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.